നിശ്ചയമായിട്ടും നമ്മുടെ കരങ്ങളിലൂടെ ദൈവം ഇറങ്ങി പ്രവർത്തിക്കും. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഏലിയ നമ്മെ പോലെ ഒരു മനുഷ്യനായി. പിന്നെ അവനിലൂടെ, അവന്റെ കരങ്ങളിലൂടെ അസാധാരണമായ ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ കാരണമായത് ഒറ്റ കാരണമേ ഉള്ളൂ, അവൻ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. മക്കളെ, നമ്മുടെ കരങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കേണ്ട കരമാണ്. അത് നമ്മൾ ഇപ്പോൾ തലക്കത്ത് എടുക്കേണ്ടത്, എന്റെ കരങ്ങളിലൂടെ എന്നിലും എന്റെ കുടുംബത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കണം. അപ്പൊ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ കരം ഇത് പ്രാർത്ഥനയുടെ കരമായിട്ട്, തീഷ്ണമായ പ്രാർത്ഥനയുടെ കരമായി ഈ കരത്തെ നമ്മൾ രൂപാന്തരപ്പെടുത്തണം. ഇത് കുടുംബത്തിൽ അത്ഭുതം കാണണം. എന്ത് ചെയ്യണം? നമ്മൾ കുടുംബത്തിൽ മുട്ടുകുത്തിയിട്ട് കുടുംബത്തിൽ എവിടെയൊക്കെയാണ്, ഏതെല്ലാം വിഷയങ്ങളിലാണോ ദൈവത്തിന്റെ അത്ഭുതം കാണാൻ ആഗ്രഹിക്കുന്നത്, ആ വിഷയങ്ങൾക്ക് വേണ്ടി, ആ വ്യക്തികൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മുട്ടുമടക്കുകയും കരമുയർത്തുകയും ചെയ്താൽ നിന്റെ കരങ്ങളിലൂടെ അസാധാരണമായ ദൈവപ്രവൃത്തി ആ കുടുംബത്തിൽ വെളിപ്പെടും.